കടം വാങ്ങുകയേ ചെയ്യരുത്. എന്ത് വിഷയത്തിലായിരുന്നാലും ലോൺ എടുത്ത് കടം വെച്ചിട്ടുള്ള ഒരു പരിപാടി നമുക്ക് വേണ്ട. പലിശയുമായി ബന്ധപ്പെട്ട് തീരെ വേണ്ട. എന്നാൽ ഒരാൾ അത്യാവശ്യം കടം വാങ്ങാം, അത് വാങ്ങാതെ തന്നെ ബിസിനസ് ചെയ്യണം, അത് വാങ്ങാതെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. എന്തുകൊണ്ട്? കടമുള്ളവന്റെ മേലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചില്ല എന്നുള്ളത് കാര്യം ചരിത്രമാണ്. നിസ്കരിച്ചിട്ടേയില്ല കടമുള്ളവരുടെ മേൽ. വേറെ എന്താണെങ്കിലും നബി തങ്ങൾ സഹിക്കും. കാരണം അത് മനുഷ്യരുമായിട്ടുള്ള ഇടപെടലാണ്, ജനങ്ങളുമായിട്ടുള്ളതാകുന്ന ബന്ധമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവന് വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹുവിനെ പൊറുക്കൽ കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കും. പക്ഷെ അത് ആ മനുഷ്യന് കടം കൊടുത്തിട്ടുള്ളതാകുന്ന മനുഷ്യനോട് കാണിക്കുന്ന നീതികേടാണ്. അള്ളാഹു നീതിമാനല്ലേ, നീതിപൂർവം പ്രവർത്തിക്കണ്ടേ. അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകർ കടമുള്ള വ്യക്തികളുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചിരുന്നില്ല. ഹദീസിൽ കാണാം. നോക്കണേ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഏത് ജനാസ കൊണ്ടുവന്നാലും റസൂലുള്ളാഹി ചോദിക്കുമത്രേ, ഹൽ അലാ സാഹിബുക്കും ദൈനുൻ, നിങ്ങളുടെ ഈ കൂട്ടുകാരന് കടമുണ്ടോ? കടമുണ്ടോ സ്വഹാബാ? സ്വഹാബത്ത് പറയുകയാണ്, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഉണ്ട് നബിയേ എന്ന് പറഞ്ഞാൽ ആദരവായ പ്രവാചകൻ പിറകോട്ട് വലിയുകയാണ്. നബി തങ്ങൾ പറയുമത്രേ, സല്ലു അലാ സാഹിബിക്കും ഫഇന്നി ലാ ഉസല്ലി അലൈഹി, നിങ്ങളുടെ കൂട്ടുകാരന്റെ മേൽ നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കണേ, ഞാൻ നിസ്കരിക്കുന്നില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പാഠമാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇന്ന് എത്രയോ ആളുകളാണ് മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്. പള്ളിയിൽ വെച്ച് ഒന്നില്ലെങ്കിൽ ഖതീബിനെ കൊണ്ട്, ഖാദിയാരെ കൊണ്ട് വിളിച്ചു പറയിക്കും, അല്ലെങ്കിൽ മൈക്കെടുത്ത് വെച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്. ഈ മയ്യത്തിന്റെ മേലുള്ളതാകുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത മുഴുവനും ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. സഹോദര സഹോദരി, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഇത് നിസ്സാരമായ കാര്യമല്ല, വലിയൊരു അമാനത്താണ് നീ ഏറ്റെടുക്കുന്നത്, വലിയൊരു അമാനത്താണ്, അമാനത്താണ്. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ, അമാനത്ത് മറ്റൊരാളുടെ നീ ഏറ്റെടുത്താൽ അത് പരിപൂർണമായി നിർവഹിക്കണേ. നിർബന്ധമാണ്, നിർബന്ധമാണ്. എത്രയോ ആളുകളാണ് മരിച്ചു കിടക്കുന്ന വാപ്പയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ, ജനാസക്ക് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ പള്ളിയിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയാണ്, ഇദ്ദേഹം പൈസ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു, ഞാൻ ഏറ്റെടുത്തു. വലിയ കാര്യമായി സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയുന്ന ചെറുപ്പക്കാരാ, നിസ്സാരമായി കാണരുത്. വലിയ ബാധ്യതയാണ് നിന്റെ തലയിലേക്ക് എടുത്തു വെക്കുന്നത്. ആ മയ്യത്തിൻ്റെതാകുന്ന ജനാസയുടെ ലക്ഷക്കണക്കിന് രൂപയുടേതാകുന്ന സമ്പാദ്യം മുഴുവനും നീ കൊടുത്തു തീർത്തിട്ടില്ല എങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി നാളെ ആഖിറത്തിൽ നീ ഖേദിക്കേണ്ടി വരുമേ, വലിയ ഖേദമുണ്ടാകുമേ. തീർച്ചയാണ്, തീർച്ചയാണ്. എത്രയോ ആളുകൾ അത്തരത്തിൽ ഏറ്റെടുക്കുന്നവരുണ്ട്. പണം പിന്നീട് ചോദിക്കുമ്പോൾ അവന് തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറകോട്ട് മാറി നിൽക്കുകയാണ്. ആളുകൾക്ക് മുന്നിൽ ആളാവാൻ, ജനങ്ങൾക്ക് മുന്നിൽ ജനാസ വെച്ചുകൊണ്ട് വലിയ സമ്പന്നത കാണിക്കാൻ ഇത്തരത്തിൽ മെനക്കെടുന്നതാകുന്ന ആളുകളില്ലേ? എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രവാസി സുഹൃത്തുക്കളടക്കം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇത്തരത്തിലുള്ള ഓഫറുകളുടെ പെരുമരകൾ പറഞ്ഞിട്ട് ആളുകൾ പിന്നീട് കടം കൊടുത്ത ആളുകൾ വന്നുകൊണ്ട് ബന്ധപ്പെടുമ്പോ എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറകോട്ട് വലിയരുതേ. കാരണം നിസ്സാരമായ വിഷയമല്ല, വലിയ ശിക്ഷയാണ്, ശിക്ഷയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ജനാസ കൊണ്ടുവരപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ ചോദിക്കാറുള്ളത് പോലെ ആ ജനാസയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഇമാമത്ത് നിർവഹിക്കുന്നതിന് മുമ്പ് ചോദിക്കുകയാണ്, ഹൽ അലാ സാഹിബിക്കും ദൈനുൻ യാ സ്വഹാബാ. സ്വഹാബത്തെ, സ്വഹാബത്തെ, ഈ മനുഷ്യൻ എന്തെങ്കിലും കടം ബാക്കി വെച്ചിരുന്നോ? ആർക്കെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും കൊടുക്കാനുണ്ടായിരുന്നോ? സ്വഹാബത്ത് മൗനം അവലംബിക്കുകയാ. 10,000 കണക്കിന് സ്വഹാബത്ത് മൗനം അവലംബിച്ച് നിലകൊള്ളും.
നിലകൊള്ളുമ്പോ റസൂലുള്ളാഹി വീണ്ടും ചോദിക്കുകയാണ്, ഹൽ അലാ സാഹിബിക്കും ദൈനുൻ, ഈ കൂട്ടുകാരന്റെ മേൽ വല്ല ബാധ്യതയും ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ സ്വഹാബ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പണം നൽകാനുണ്ടായിരുന്നോ എന്ന് പരിശുദ്ധ പ്രവാചകർ ചോദിക്കുമ്പോ അതാ ബാക്ക് സൈഡിൽ നിന്ന് ഒരു മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്. നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, ഉണ്ട് റസൂലേ, ദിർഹമാനി ദിർഹമാനി യാ ഹബീബല്ലാഹ്, 2 ദിർഹം നൽകാനുണ്ട് റസൂലേ, 2 ദിർഹം നൽകാനുണ്ട്. നിലകൊള്ളുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, സൗദിയിലും കുവൈറ്റിലും ബഹ്റൈനിലും ഒമാനിലും ഒക്കെ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, മുസ്ലിമീങ്ങളാകുന്ന സോരങ്ങളെ, കേരളക്കരയിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് പോയി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട പ്രവാസ സുഹൃത്തുക്കളെ, പഠിച്ചു വെക്കുന്ന പാഠമാണ്. പ്രവാചകനോട് അനുയായി പറയുകയാണ്, ഈ മനുഷ്യന് 2 ദിർഹം നൽകാനുണ്ട് റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പിറകോട്ട് വലിയുകയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, സ്വഹാബ സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ മേൽ നിസ്കരിക്കുക. ഫഇന്നി ലാ ഉസല്ലി അലൈഹി, ഞാൻ ഇവന്റെ മേൽ നിസ്കരിക്കാനില്ല. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പ്രവാചകന്റെ അനുയായികളിൽപ്പെട്ട ഒരു പാവപ്പെട്ട സഹാബി മരണപ്പെട്ടു പോയിട്ട് അദ്ദേഹത്തിന്റെ ജനാസ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, 2 രൂപ ദിർഹം കടമുണ്ടെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി മാറി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മാറി നിൽക്കുകയാണ്. നിങ്ങൾ നിസ്കരിച്ചോ സ്വഹാബ? അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കാത്ത ജനാസ സ്വഹാബത്ത് തുടരുമോ? റസൂലുള്ളാഹി നിസ്കരിക്കാത്തതാകുന്ന ജനാസയ്ക്ക് ആരാണ് പിന്നീട് ഇമാമത്ത് നിൽക്കുക? എല്ലാവരും പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. എല്ലാവരും ദുഃഖിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ അതാ ഒരു അനുയായി കൈ ഉയർത്തിയിട്ട് ചോദിക്കുകയാണ്, നബിയേ, നബിയേ, ആ 2 ദിർഹം ഞാൻ അങ്ങ് കൊടുത്താൽ മതിയോ? 2 ദിർഹം ഞാൻ കൊടുത്താൽ ഈ മനുഷ്യന് പ്രയാസമില്ലാതെ റാഹത്തായി തങ്ങളെ മയ്യത്ത് നിസ്കരിക്കുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മരതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ പറയുകയാണ്, നിസ്കരിക്കാം ഞാൻ, പക്ഷേ നീ കൊടുക്കുമെന്ന് ഉറപ്പാണോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, നീ കൊടുക്കുമെന്ന് ഉറപ്പാണോ? 2 ദിർഹമിന്റെ വിഷയമാണ്, നീ കൊടുക്കുമോ? ഉറപ്പാണോ? ഉറപ്പാണോ? ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ, നബിയേ, ഞാൻ കൊടുക്കാം റസൂലേ, ഇപ്പോൾ എന്റെ കയ്യിലില്ല, ഇപ്പോൾ എന്റെ കയ്യിലില്ല, നാളെ ഞാൻ ജോലി ചെയ്ത് അധ്വാനിച്ചിട്ട് കൊടുക്കാം റസൂലേ. നോക്കൂ നിങ്ങൾ, സ്വഹാബത്തിന്റെ പട്ടിണിയുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. 10,000 സ്വഹാബത്ത് നിലകൊണ്ടിട്ട് പോലും 2 ദിർഹം പോലും എടുക്കാനില്ലാത്ത സ്വഹാബത്താണ്. നഊദു ബില്ലാഹ്. കൂട്ടത്തിലൊരു സ്വഹാബി കൈ ഉയർത്തിയിട്ട് പോലും അദ്ദേഹത്തിന്റെ കൈവശവും പണമില്ല. വല്ലാത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭമാണ്. പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു, നീ കൊടുക്കുമോ പ്രിയപ്പെട്ടവരെ? ആ മനുഷ്യൻ പറഞ്ഞു, നബിയേ, നേരം വെളുത്താൽ ഞാൻ കൊടുക്കാം, ഉറപ്പായിട്ടും നൽകാം. എന്റെ വാപ്പയുടെ പേരിതാണ്, ഫുലാൻ ബിൻ ഫുലാനാണ് ഞാൻ, എന്റെ വാപ്പയുടെ പേരിതാണ്, അദ്ദേഹത്തിന്റെ മകനാണ് ഞാൻ, എന്റെ പേര് ഇന്നതാണെന്ന് റസൂലുള്ളാഹിക്ക് വെളിപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പേരെവിടെ നിൽക്കട്ടെ, നീ കൊടുക്കുമോടാ? നാളെ നേരം വെളുത്താൽ ആ മനുഷ്യന്റെ പരിശുദ്ധമാക്കപ്പെട്ടതായ ജനാസ നിസ്കരിക്കാൻ വേണ്ടി പോയാണ്. അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് വെക്കുമ്പോൾ സന്തോഷം ലഭിക്കണമെങ്കിൽ ആ കടമൊന്ന് വീട്ടണം. നേരം വെളുത്താൽ ഉടനെ തന്നെ നീ കൊടുക്കുമോ? റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ, കൊടുക്കാം റസൂലേ. ആദരമായ പ്രവാചകൻ 2 ദിർഹമിന്റെ വിഷയത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് റസൂലുള്ളാഹി ഖിബലക്ക് അഭിമുഖമായി നിലകൊള്ളുന്നു. ആ മയ്യത്തിന്റെ തലഭാഗത്തേക്ക് റസൂലുള്ളാഹി നീങ്ങി നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ടമാകുന്ന വചനം ഉച്ചരിച്ചുകൊണ്ട് റസൂലുള്ളാഹി മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമത്ത് നിർവഹിക്കുകയാണ്. 10,000 സ്വഹാബത്ത് കണ്ണീരോടുകൂടി ആ സ്വഹാബി വര്യനെ കൊണ്ടുവന്ന് ഖബറടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. രാത്രിയായി ലോകത്തിന്റെ നായകൻ ഉറക്കമില്ലാത്ത രാവാണ്. ഉറങ്ങാതെ ഉറക്കമടിക്കുകയാണ് റസൂലുള്ളാഹി. അനുയായിയുടെ വിഷയത്തിൽ ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി കാവലാതിയാണ്. കാരണം നേരം വെളുത്തിട്ട് ഈ മനുഷ്യൻ്റെതാകുന്ന സദഖ
കൊടുത്തു തീർത്തിട്ടില്ല എങ്കിൽ, കടബാധ്യത കൊടുത്തു തീർത്തിട്ടില്ല എങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം തനിക്ക് കൂടിയാണ്. നാളെ ആഖിറത്തിൽ ഹിസാബ് നേരിടേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി കൂടി ഭയക്കുകയാണ്. നേരം വെളുത്തു, അല്ലാഹുവിന്റെ റസൂൽ സുബഹി നമസ്കാരം കഴിഞ്ഞപ്പോൾ തന്നെ വിളിക്കുകയാണ്, ഐന ഫുലാൻ ഇബ്നു ഫുലാൻ, ഐന ഫുലാൻ ഇബ്നു ഫുലാൻ. സ്വഹാബ ഇന്നാലിന്ന മനുഷ്യനെവിടെ, മനുഷ്യനെവിടെ, കൊണ്ടുവരൂ അവരെ. സ്വഹാബത്തോടുകയാണ്, ആളെ കൊണ്ടുവന്നു. ഇന്നലെ നീയല്ലേ ജനാസയുടേതാകുന്ന കടം ഏറ്റെടുത്തത്? അതേ റസൂലേ. എന്തേ കൊടുത്തു വീട്ടിയോ? റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ ഇല്ല റസൂലേ, നേരം വെളുത്തതേയുള്ളൂ, ഞാൻ ജോലിക്കിറങ്ങുകയാണ്, എത്രയും വേഗം കൊടുക്കണേ എന്ന് പറയുകയാണ്. ഹബീബായ നബി തങ്ങളെ പറഞ്ഞതനുസരിച്ച് ആ മനുഷ്യനോടുകയാണ്, ജോലിക്കിറങ്ങുകയാണ്. ജോലിക്കിറങ്ങി ബഹുമാനപ്പെട്ടവർ അതാ വൈകുന്നേര സമയത്തിനുള്ളിൽ ആ 2 ദിർഹം കൊണ്ടുവന്ന് കൊടുത്ത അപ്പോൾ ആദരവായ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, കടമുള്ളവന്റെ വിഷയം വല്ലാത്ത അദാബാ, അവന് ഖബറിൽ വല്ലാത്ത ശിക്ഷയാണ്. സ്വഹാബാ, ഇന്നലത്തെ രാത്രിയിൽ ആ മനുഷ്യന് സ്വസ്ഥത കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരം വെളുക്കുമ്പോൾ തന്നെ നിർബന്ധം ചൊല്ലിച്ചതെന്ന് ഹബീബായ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ സഹോദരങ്ങളെ. ഇന്ന് ബിസിനസിന് വേണ്ടി ഇറങ്ങുന്ന ചെറുപ്പക്കാര് 10 ലക്ഷവും 15ഉം ഒക്കെ ഓരോരുത്തരും ഷെയർ ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുമ്പോൾ, അതിലുള്ളതാകുന്ന ഷെയർ ബിസിനസ് നടത്തുമ്പോൾ ആ ബിസിനസ് ഏത് രീതിയിലാകണം, എങ്ങനെയാകണം, അതിലുള്ളതാകുന്ന കൂട്ടുകച്ചവടത്തിലുള്ള നാശനഷ്ടങ്ങൾ കൂടി സഹിക്കാൻ കൂടിയവൻ തയ്യാറാവണം. എത്രയോ ആളുകൾ കടം വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അവസാനം കടം വാങ്ങിച്ച വ്യക്തി, കൊടുത്തതാകുന്ന വ്യക്തി തിരിച്ചു ചോദിക്കുമ്പോൾ മുഖം കറുപ്പിക്കുന്ന സ്വഭാവമാണ്. ആ കടം വെച്ചുകൊണ്ട് മരിക്കാൻ ഒരു പ്രശ്നമല്ല. മാന്യതയുള്ള പല ആളുകളും കൊടുത്തതാകുന്ന പൈസ അല്പം കിട്ടിക്കഴിയുമ്പോൾ ബാക്കി ചോദിക്കാറുമില്ല. പക്ഷേ കൊടുക്കാതെ പൊരുത്തപ്പെടിക്കാതെ പൊന്നുമോനെ മരണപ്പെട്ടു പോയാൽ ആഖിബത്ത് മോശമാണ്, മോശമാണ്. വിശുദ്ധമായ റമളാനിന് മുമ്പ് കുമ്മന ഉസ്താദിന് നിങ്ങൾക്ക് നൽകാനുള്ള ഏക സന്ദേശം ഇതാണ്. സാമ്പത്തികമായിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ, ക്രയവിക്രയങ്ങളുണ്ടോ, അതിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കണേ. കാരണം നിസ്കാരം പടച്ച റബ്ബിന്റെ മുന്നിൽ പ്രശ്നമല്ല. അത് നീ നോമ്പ് നോക്കുന്നതിലൂടെ, അത് നീ പരിശുദ്ധമാക്കപ്പെട്ടതായ തറാവീ നിസ്കരിക്കുന്നതിലൂടെ നിന്റെ ജീവിതത്തിൽ വന്ന ചെറിയ ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. പക്ഷേ വൻ പാപങ്ങൾ അല്ലാഹു പൊറുക്കില്ല. അത് സൃഷ്ടികളോടുള്ളതാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, അതേ സൃഷ്ടികളെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിക്കാതെ നിനക്ക് ഖബറിൽ രക്ഷയില്ല, നിനക്ക് മഹ്ശറയിൽ സന്തോഷം കിട്ടൂല. ഇത് നിസ്സാരമായി കാണല്ലേ, കാണല്ലേ. എത്രയോ ചെറുപ്പക്കാരാണ് ഇത് നിസ്സാരമായി കാണുന്നത്. ഇന്ന് സമൂഹത്തിൽ അത്തരത്തിലുള്ള പ്രവണതകൾ കൂടി വരുകയാണ്, കൂടി വരുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ, പടച്ചറപ്പിന്റെ മുന്നിൽ നസൂഹായ തൗബ നിനക്ക് വേണോ? സൃഷ്ടികളോടുള്ള സർവ്വ ബാധ്യതകളും പൂർത്തീകരിക്കണേ. നിർബന്ധമാണ്, നിർബന്ധമാണ്. മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട്, ജനാസ മുന്നിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി ഇന്നുവരെ ചോദിച്ചിട്ടില്ല, ഇവൻ നിസ്കരിച്ചവനാണോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ നോമ്പ് പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ സകാത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ ഹജ്ജ് ചെയ്തവനാണോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ ഉംറ നിർവഹിച്ചവനാണോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ പാപങ്ങളുടെ കണ്ണീരപ്പിയവനാണോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ നിരാലംബര കവലംബമായവനാണോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ നിരാശർക്ക് ആശ്രയത്വം കൊടുത്തവനാണോ എന്ന് റസൂലുള്ളാഹി ചോദിച്ചിട്ടില്ല, ഇവൻ പള്ളി പണിതവനാണോ എന്ന് ചോദിച്ചിട്ടില്ല, ഇവൻ പണത്തിന്റെ പളവളപ്പിൽ വിരാജിച്ചവനാണോ റസൂലുള്ളാഹിക്ക് അറിയേണ്ടതില്ല. ഒരൊറ്റ കാര്യം മാത്രമാണ് റസൂലുള്ളാഹി ചോദിക്കാറുള്ളത്, ഹൽ അലാ സാഹിബിക്കും ദൈനുൻ, നിങ്ങളുടെ ഈ കൂട്ടുകാരന് വല്ല കടമുണ്ടോ, സൃഷ്ടികളോട് വല്ല ബാധ്യതയുമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ നിസ്കരിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നിസ്കാരമുണ്ടോ ഇവന്? ഇവൻ ജീവിതത്തിൽ നിസ്കരിക്കുമായിരുന്നോ? ഇല്ല നബിയെ. എന്നാ ഞാൻ നിസ്കരിക്കുന്നില്ല ഇവൻ മേൽ എന്ന് നബി പറയാറില്ല. നബി അത് ചോദിക്കാറുമില്ല. അതൊക്കെ അല്ലാഹുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഇതൊക്കെ അല്ലാഹുമായി ബന്ധപ്പെട്ടതാണ്.
അത് റബ്ബ് അവന് പൊറുക്കുകയോ പുറത്തു കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. അത് അള്ളാഹുവിനോട് അവൻ തൗബ ചോദിച്ചാൽ അള്ളാഹു പുറത്തു കൊടുക്കും. തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് മേലിനെ തെറ്റ് ചെയ്യൂല എന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഖേദിച്ചുകൊണ്ട് റബ്ബിലേക്ക് അവൻ തൗബ ചെയ്താൽ, 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്താൽ അതൊക്കെ സ്വീകരിക്കും. പക്ഷേ സൃഷ്ടികളുമായിട്ടുള്ള ഇടപാട്, സാമ്പത്തികമാകുന്ന ഇടപാടാണോ, കടം വെച്ചിട്ടാണോ മരിക്കുന്നത്, വല്ലാഹി അല്ലാഹുവിനെ രക്ഷപ്പെടുത്തൂല. റസൂലുള്ളാഹി അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, ഇവന് കടമുണ്ടോ? ഉണ്ട് നബിയെ. നബി നിസ്കരിക്കൂല. സല്ലു അലാ സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങൾ നിസ്കരിച്ചോ. ഫഇന്നി ലാ ഉസല്ലി അലൈ, ഞാൻ അവന്റെ മേൽ നിസ്കരിക്കുന്നില്ല. ഹബീബ് റസൂലുള്ളാഹി. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു അടയാളമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ വിശദീകരിച്ചു വന്നപ്പോൾ റമദാനുമായി ബന്ധപ്പെട്ട 1-2 വിഷയങ്ങൾ നമുക്ക് പറയൽ ഇപ്പോൾ കാലികമായതുകൊണ്ടെന്ന് പറഞ്ഞതാണ്. ശ്രദ്ധിക്കണേ. അപ്പൊ കള്ളു കുടിക്കുന്നവൻ ഈമാൻ ഊരപ്പെട്ടു പോകും, കാഫിറായി ചത്തുപോകും. ഹബീബ് റസൂലുള്ളാഹി. ചെറിയ കാര്യമല്ല ലഹരി നുണയുന്നവൻ. ഈ സാധനം കച്ചവടം ചെയ്ത് ബിസിനസ് ചെയ്യുന്നത് ഹലാലല്ല, നിഷിദ്ധമാണ്, ഇതിലൂടെയുള്ള സമ്പാദ്യം ഹറാമാണെന്നുള്ള നല്ല തിരിച്ചറിവുള്ള ആളുകൾ തന്നെ ഇതിനിറങ്ങാൻ. ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഇതിന് വശംവദരായി നിലകൊള്ളുന്ന അവസ്ഥ ഇതാണ് സമൂഹം കാണുന്നത്. നമ്മുടെ കൗമ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിറങ്ങാണ്, ഇതിനുമായി ബന്ധപ്പെട്ട്. നോക്കൂ നിങ്ങൾ, നഊദു ബില്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, പരിപൂർണമായ സംരക്ഷണം നൽകണേ അല്ലാഹ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹദാ അയശ്റബുൽ ഖമറ അയസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹദാ ലിമൻ യശ്റബുൽ ഖമറ അയസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. ഈ ദുനിയാവിൽ ലഹരി നുണയുന്നതായ ആളുകൾ, കള്ളുകുടിക്കുന്നതായ ആളുകൾ, മാരകമാകുന്ന ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവർ ഈ ദുനിയാവിൽ കുടിക്കുന്നതാകുന്ന വസ്തുക്കൾക്ക് പകരമായി നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു ബ്രാൻഡ് നൽകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അയസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. നാളെ പടച്ചറബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിൽ അവർക്ക് തീനത്തുൽ ഖബാൽ എന്ന ബ്രാൻഡ് നൽകി അല്ലാഹു അവർക്ക് സമ്മാനിക്കുകയാണ്. ഖാലൂ, സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവർക്ക് നാളെ ആഖിറത്തിൽ നൽകപ്പെടുന്ന കുപ്പി അത് തീനത്തുൽ ഖബാലാണെന്ന് തങ്ങൾ പറഞ്ഞു. എന്താണ് നബിയെ തീനത്തുൽ ഖബാൽ? അതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? ഒന്ന് പറഞ്ഞു തരുമോ റസൂലേ? അറിയാനുള്ള ആകാംക്ഷയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകൻ പറയുകയാണ്, തൃക്കരിപ്പൂരുള്ള ചെറുപ്പക്കാരെ പഠിക്കണേ. കള്ളു കുടിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങളുണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങണേ. ആദരവായ പ്രവാചകൻ പറയുകയാണ്, അറഖു അഖിലിന്നാർ ഔ ഉസാറതു അഖിലിന്നാർ. നരകാവകാശികളുടെ ചീഞ്ചലമാണ് സാബ. 3000 വർഷം നിരന്തരമായി രാവും പകലും കത്തിച്ചതാകുന്ന നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടുന്നതാകുന്ന നരകാവകാശികളില്ലയോ, ആ നരകാവകാശികളുടെ ശരീരത്തിൽ നിന്ന് നിർഗളിക്കുന്നതായ, അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന നുരയും പതയും അവരുടെ കക്ഷത്തിലൂടെ, അവരുടെ കഴുത്തിലൂടെ, അവരുടെ ഗുഹ്യത്തിലൂടെ, അവരുടെ മിൻദ്വാരത്തിലൂടെ
വാതിലിലൂടെ, അവരുടെ പിൻദ്വാരത്തിലൂടെ, അവരുടേതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങളിലൂടെ പുറത്തേക്ക് നിർഗളിക്കുന്നതായ മാലിന്യങ്ങളില്ലയോ, ആ മാലിന്യങ്ങൾ മുഴുവനും അടിച്ച് കലക്കിയിട്ട് അത് ജ്യൂസാക്കി ദുർഗന്ധം വമിക്കുന്നതായ ആ മലവും മൂത്രവും മുഴുവനും കൊണ്ടുവന്ന് നിർബന്ധിച്ച് അവനെ കുടിപ്പിക്കുകയാണ്. നരകാവകാശികളുടെ ദുർഗന്ധം നമിക്കുന്ന വിയർപ്പാണ് നരകാവകാശികളുടെ ചീഞ്ചലം കൊണ്ടുള്ള ജ്യൂസാണ് അവർക്ക് നൽകുന്നത്. അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നതായ ഏറ്റവും വൃത്തിഹീനമാകുന്ന ദുർഗന്ധമാകുന്ന വിയർപ്പ്, നഊദുബില്ല, ഈ ദുനിയാവിൽ തന്നെ എത്ര നാറ്റമാണ് അതിനുള്ളത്. ഈ ദുനിയാവിൽ തന്നെ എത്ര നാറ്റമാണ് മലവും മൂത്രത്തിനുമുള്ളത്. മനുഷ്യ, നിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതായ വിയർപ്പിന്റെ കണികകൾക്കുള്ളത് അതെല്ലാം കൂടി ചേർത്ത് വെക്കുകയാണ്. നാളെ ആഖിറത്തിൽ വല്ലാത്ത നാറ്റമായിരിക്കും. അതെല്ലാം കൂടി ജ്യൂസാക്കിയിട്ട് നിന്റെ വായിലേക്ക് സമാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ ഒഴിച്ചു തരുകയാണ്. വേണ്ട എന്ന് പറഞ്ഞാലും നിർബന്ധിച്ചുകൊണ്ട് കുടിപ്പിക്കമേ. ഈ ദുനിയാവിൽ കള്ളു കുടിക്കുന്നവരെ, ഖുർആനിന്റെ വചനങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുന്നവരെ, ആ ഖുർആനിന്റെ വാക്കുകളെ തിരസ്കരിച്ചുകൊണ്ട് മോശമായ ജീവിതം നയിക്കുന്ന ചെറുപ്പക്കാരാ, കള്ളം കഞ്ചാവിനടിമപ്പെട്ട ജീവിതം നയിക്കുന്ന സമൂഹമേ, സമൂഹമേ, ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ വരെ നാവിനടിയിൽ വെച്ചുകൊണ്ട് ചവച്ചുകൊണ്ട് അള്ളാന്റെ പള്ളിയിൽ ജുമാ നമസ്കാരത്തിന് പോലും മടിയില്ലാതെ ഉളുപ്പില്ലാതെ കടന്നു വരുന്നതായ ചെറുപ്പക്കാരില്ലയോ? നഊദുബില്ലാ, നഊദുബില്ലാ. നിനക്കുള്ള ശിക്ഷയാണ്, നിനക്ക് നൽകുന്നതായ ബ്രാൻഡാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് 2 കൊല്ലങ്ങൾക്ക് മുമ്പ് നാദിറ എന്ന പേരുള്ള ഒരു ഉമ്മ തന്റെ 17 വയസ്സുള്ള പൊന്നുമോനെ കഴുത്ത് ഞെരിച്ച് രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് മകനെ കൊന്നുകളയുകയാണ്. എന്തിനാണ് കൊന്നത് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് ആ ഉമ്മയോട് ചോദിക്കുമ്പോ 34 വയസ്സുള്ള ഉമ്മ ലോകത്തോട് പറഞ്ഞത്, എനിക്കാകെയുള്ളത് പൊന്നുമോനാണ്. എന്റെ മകൻ, എന്റെ ഭർത്താവ് പ്രവാസ ലോകത്താണ്. എന്റെ മകൻ വഴിതെറ്റിപ്പോയി, കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടു പോയി. കൂട്ടുകാരുമായി കള്ളും കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഇവനെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീട്ടിലേക്ക് കടന്നു വന്ന് എന്നെ കയറി പിടിച്ചു, എന്നെ വ്യഭിചരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇനിയും അത്തരത്തിലുള്ളതാകുന്ന അറ്റാക്കുകൾ ഉണ്ടായാൽ ഉമ്മയാകുന്ന എനിക്ക് താങ്ങാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഇവനെ കൊന്നുകളഞ്ഞത് എന്ന് പരസ്യമായി മീഡിയയോട് പറയുമ്പോ, പരസ്യമായി പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുമ്പോ, എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ പോക്കെന്ന് ചിന്തിക്കണേ. ആരാണ് ഈ ഉത്തരമെന്ന്? മതിലിന്റെ അപ്പുറത്തെ വാഴത്തോട്ടത്തിലേക്ക് ആ പെണ്ണിനെ വലിച്ചെടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് എറിയുകയാണ്. മതിലിവൻ ചാടി കിടക്കുകയാണ്. ഓടിച്ചെന്ന പെണ്ണിനെ കടന്നു പിടിച്ച് അവളെ വ്യഭിചരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ, പീഡിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോ ആ പെണ്ണ് കുതിറി മാറിയിട്ട് ഓടുകയാണ്. സ്ഥിരമായി പോകുന്ന വഴിയിൽ തന്നെ പാവപ്പെട്ട പെണ്ണിനുണ്ടായ ഈ സംഭവം പെണ്ണടുത്ത വീട്ടിൽ വന്നുകൊണ്ട് തൻ്റെതാകുന്ന നാട്ടുകാരോട് ഈ വിഷയം പറയുകയാണ്. ആളുകൾ പരതുകയാണ്, ആളിനെ കാണുന്നില്ല. പോലീസ് കേസായി. പോലീസ് വന്നുകൊണ്ട് ചോദിച്ചു, അവന്റെ കോലം എന്താണ്, രൂപം എന്താണ്, അവന്റെ ഭാവം എന്താണ്? പെൺകുട്ടി പറഞ്ഞു കൊടുത്തു, ഒരു പൊടിമീശക്കാരനാണ്, നല്ല ആരോഗ്യ ദൃഢഗാത്രനാകുന്ന ചെറുപ്പക്കാരനാണ്. എന്നെ അവൻ കടന്നു പിടിച്ചു, ഞാൻ അവന് കീഴ്പ്പെട്ടില്ല, ഞാൻ കുതിറി ഓടിയിട്ട് രക്ഷപ്പെട്ടതാണ്. ആ പെൺകുട്ടി പറഞ്ഞതനുസരിച്ചിട്ട് അടുത്തുള്ളതാകുന്ന കടകളിലെ, വീടുകളിലെ CCTV ക്യാമറകൾ പരിശോധിച്ച് ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോയുമായി, വീഡിയോ ക്ലിപ്പുകളുമായി
ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർ വരുകയാണ്. ഇവനാണോ എന്ന് ചോദിക്കുമ്പോ പെൺകുട്ടി പറഞ്ഞു ഇവൻ തന്നെയാണ്. ഞെട്ടിപ്പോവുകയാണ് പോലീസുകാർ. കാരണം 16 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ. മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിൽ നടന്ന സംഭവമാണ്. ഈ അടുത്തിടെ നടന്നതാകുന്ന വാർത്ത നടന്ന സംഭവമാണ്. പഠിച്ചു വെക്കണേ, എന്തുകൊണ്ടാണ് അവൻ ഇത്രയും ആരോഗ്യം, അവനേക്കാൾ പൊക്കമുള്ളതാകുന്ന, പൊക്കം കുറഞ്ഞ പൊടിമീശക്കാരനാകുന്ന ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, നല്ല തടിച്ചുരുണ്ട ചെറുപ്പക്കാരൻ, 22 വയസ്സുള്ള അവന്റെ ഇത്തയുടെ പ്രായമുള്ള പെണ്ണിനെ കടന്നു പിടിച്ചിട്ട് വ്യഭിചരിക്കാൻ പരിശ്രമിച്ചതിന്റെ പിന്നിലുള്ള വസ്തുത എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ അവന്റെ ശരീരത്തിൽ ആൽക്കഹോളിന്റെ അംശം കൂടുതലാണ്. മാരകമാകുന്ന MDMA അടക്കമുള്ളതാകുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ കടിമപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരനാണ്. 16 വയസ്സുള്ളതാകുന്ന ചെറുപ്പക്കാരനാണ്. പെങ്ങളെ, പഠിക്കേണ്ട പാഠമാണ്. ഇതിന് സാരമായി കാണേണ്ട വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് റസൂലുള്ളാഹി ഖുർആനിലൂടെ നേരത്തെ തന്നെ വ്യക്തമാക്കി പഠിപ്പിച്ചത്, ഇന്നമൽ ഖമറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജസും മിൻ അമലി ശൈത്താൻ فاجتنبوه لعلكم تفلحون. കള്ളം കഞ്ചാവുമായിട്ടുള്ള മോശപ്പെട്ട പ്രവണതകൾ നിങ്ങൾ ഒഴിവാക്കണേ, എങ്കിൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിൽ മാത്രമല്ല വിജയി, ഈ ദുനിയാവിൽ കുടുംബത്തിന് സ്വസ്ഥതയുണ്ടാവുക മാത്രമല്ല, ഭാര്യയ്ക്ക് സമാധാനം ഉണ്ടാവുക മാത്രമല്ല, എത്രയോ കുടുംബങ്ങളാണ് സങ്കടം പറയുന്നത്, ഉസ്താദേ എന്റെ ഭർത്താവ് കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിൽ വന്നുകൊണ്ട് ബഹളമാണ്, കച്ചറയാണ്, വീട്ടിൽ വന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കുകയാണ്, മക്കളെ എടുത്തിട്ട് അടിക്കുകയാണ്, ഞാനുമായി സ്ഥിരമായി വഴക്കാണ്, മാതാപിതാക്കളുമായി എപ്പോഴും ചൊറയാണ്, വീട്ടിൽ പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്, ജീവിതത്തിൽ എപ്പോഴും സമാധാനമില്ലായ്മയാണ്. എന്തുകൊണ്ടാണ്? കള്ളു കുടിക്കുന്നതിന്റെ പ്രശ്നമല്ലയോ? ഒഴിവാക്കിക്കൂടെ ചെറുപ്പക്കാരാ? ഈ ദുനിയാവിലും നിനക്ക് സമാധാനമാണ്, നിന്റെ കുടുംബത്തിനും ആശ്വാസമാണ്. തീർന്നില്ല. ലഅല്ലകും തുഫ്ലിഹൂൻ. നാളെ ആഖിറത്തിലും നിനക്ക് സന്തോഷമാണ്. മരിച്ചു കഴിഞ്ഞാൽ ഖബറിലേക്ക് എത്തുമ്പോഴും നിനക്ക് ആനന്ദമാണ്. അതുകൊണ്ട് മോശപ്പെട്ട സംസ്കാരങ്ങളെ വാരിപ്പുണരുന്നവരായി പ്രിയപ്പെട്ട തൃക്കരിപ്പൂരുള്ള സഹോദര സഹോദരിമാര് മാറല്ലേ. കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് കള്ളു കുടിക്കുന്നതാകുന്ന 17ന്റെ നിറകുടങ്ങളാകുന്ന സഹോദരിമാരും ഇന്ന് കുറവല്ല. കലാലയങ്ങൾ പോലും അത്തരത്തിൽ മാറ്റപ്പെട്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പെങ്ങള്, പൊന്നുമോള്, അവരുടേതാകുന്ന ജീവിത ശൈലി പോലും വിദ്യ നുകരുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ് സമൂഹത്തിന് നൽകുന്നത്. കാരണം മോശപ്പെട്ട വസ്ത്രവിധാനമാണ്, മോശപ്പെട്ട കൂട്ടുകാരാണ്, അന്യരുമായി ഒരുമിച്ചിരുന്നുകൊണ്ട് ബ്രേക്കുകളാണ്, അവനുമായി ഒന്നിച്ചിരുന്നുകൊണ്ട് സിനിമാ പാട്ടുകളാണ്. ഓരോ പുതിയ സിനിമകളിലെ ടൈറുകൾ കടന്നു വരുമ്പോ, അതിലുള്ള പാട്ടുകൾ കടന്നു വരുമ്പോ, അതിലുള്ള മോഡലുകൾ കടന്നു വരുമ്പോ, അതേ രീതിയിൽ അനുകരിച്ചുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ അശ്ലീലതകൾ പ്രചരിപ്പിക്കുന്ന കാലഘട്ടമാണ്. ദിവസങ്ങളും മിനിറ്റുകൾ മാറി അവരുടെ DP ഫോട്ടോകൾ ചേഞ്ച് ചെയ്യുന്ന അവസ്ഥയാണ്. പ്രൊഫൈൽ പിക്ചറുകൾ വാട്സാപ്പിൽ മാറ്റുകയാണ്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസിന്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണ്. എവിടേക്കാണ് സമൂഹം പോകുന്നത്? കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ പോലും പരസ്യപ്പെടുത്തുന്ന മുസ്ലിം സഹോദരിമാർ ഇന്ന് നമുക്കിടയിലില്ലയോ? എവിടേക്കാണ് പോകുന്നത്? മനുഷ്യനിന്ന് ലജ്ജയില്ലാതായി. ആദരവായ പ്രവാചകനെ പറയുകയാണ്, അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ ജമീഅ.
വിശ്വാസവും ലജ്ജയും അത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇദാ റുഫിഅ ശൈഉ റുഫിഅൽ ആഖറു. പരസ്പരം ചേർന്ന് നിൽക്കുന്ന പൂരകങ്ങളാണ് വിശ്വാസവും അതുപോലെ തന്നെ ലജ്ജയും. ഏതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ അഥവാ ലജ്ജ ഉയർത്തപ്പെട്ടു പോയാൽ, ലജ്ജ ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലാതായി പോയാൽ റുഫിഅൽ ആഖറു, ഈമാനും നഷ്ടപ്പെട്ടു പോകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇന്നതല്ലേ നവതലമുറയിൽ കാണുന്നത്. ഇന്ന് ലജ്ജ നഷ്ടപ്പെട്ടു പോയാണ്. എല്ലാ സ്ത്രീകളും അതിപ്രസരത്തിന്റെ വക്താക്കളാണ്. ലോകരുടെ മുന്നിലേക്ക് ഞെളിഞ്ഞു നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. എന്റെ ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാര് കാണട്ടെ എന്ന രീതിയിൽ മോശമായ സംസ്കാരങ്ങളെ വാരി പുണർന്നുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. ആദരവായ പ്രവാചകന് പറയുകയാ, അത്തരത്തിലുള്ള രീതി എന്ന് പറയുന്നത് തന്നെ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യക്സുറു സിന വയക്സുറു ഔലാദു സിന. വ്യഭിചാരം അധികരിക്കും അവസാന കാലഘട്ടം എത്തുമ്പോൾ. കള്ളുകുടി പോലെ. ഇന്ന് കള്ളുകുടി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ബീച്ച് റോഡുകളിലൊക്കെ പോയി നോക്ക് നിങ്ങൾ. വൈകുന്നേരം ആകുമ്പോ 10 പേര് കൂടിയിരുന്നിട്ട് പതുക്കെ പതുക്കെ അടിക്കുകയാണ്. വട്ടം കൂടിയിരുന്നു. അതിന് മാവില കടപ്പുറത്ത് പുളിമുട്ടിലാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി ആഹത്ത് 2 എണ്ണം അടിച്ചിട്ട് ഹാജിയാര്, വലിയ ഹാജിയാരാ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതൊക്കെ റാഹത്തായിട്ട് എന്നിട്ട് വേണമെങ്കിൽ മരുവ് പള്ളിയിലും ഉണ്ടാവും. കാർട്ടർ അടിച്ചിട്ടുള്ള കിറങ്ങിയിട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അതാണ് അവസ്ഥ. ഇമാമത്ത് നിർത്തിയാൽ ഇമാമത്ത് നിൽക്കും, എന്ത് പരിപാടിയും ചെയ്യും. വേണേ വാതിന് മുമ്പ് 2 മിനിറ്റ് സംസാരിക്കണോ, അരമണിക്കൂർ വേണേ വാതും പറയും, എല്ലാം റെഡി, ഏത് കാര്യത്തിനും ഓക്കെ. അങ്ങനത്തെ അവസ്ഥയാണിന്ന്. അല്പസ്വല്പമൊക്കെ ഇത് കുടിക്കുന്നവർക്ക് പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇന്നത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാണ്? ചെറുപ്പക്കാരുടെ അവസ്ഥ. നല്ലൊരു പയ്യനെ കിട്ടണമെങ്കിൽ എന്തുമാത്രം പ്രയാസമാണ്. നല്ലൊരു പയ്യനെ കിട്ടണം. അന്വേഷിച്ച് അവസാനം ഒരുത്തനെ കിട്ടി, അവനെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും പഴയ സ്വഭാവത്തിലേക്ക്. എന്താണ് അവസ്ഥ? സഹോദരിമാരുടെ അവസ്ഥ ഏതല്ല, വിഭിന്നല്ല. അതാ നേരത്തെ പറഞ്ഞത്, കൂട്ടുകാർ ഒന്നിച്ച് എല്ലാ തോന്നിവാസനങ്ങളും കോളേജുകളിൽ നിന്ന് ക്യാമ്പസുകളിൽ നിന്ന് പഠിച്ചിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ സൈസിനെ തന്നെ കിട്ടുന്നത്. അങ്ങനെയുണ്ടല്ലോ, വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ പറയും ഭർത്താവ് ഭയങ്കര പ്രശ്നമാണ്, നിന്നിൽ അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പിഴവുള്ളത് കൊണ്ടാണ് നിനക്ക് ആ രീതിയിലുള്ളതാകുന്ന ഭർത്താവിന് ലഭിക്കുന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അങ്ങനെയാണ്. സാലിഹായ മനുഷ്യന് സാലിഹായ പെണ്ണിനെ കിട്ടും, സാലിഹത്തായ പെണ്ണിനെ കിട്ടും, വിഷമിക്കേണ്ടതില്ല. ചിലര് വിവാഹം അടുക്കുമ്പോൾ ഭയങ്കര തഖ്വ, പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അങ്ങനെയുണ്ട്. വിവാഹത്തിന് ഒരു 3 മാസം അതിന്റെ ആലോചന തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര നിസ്കാര, പള്ളിയിൽ ഉസ്താദിന്റെ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല. അല്ല, കുലുക്കി സ്വർമ്മത്ത് വല്ലതും വേണേ പറഞ്ഞേനെ, വാങ്ങിച്ചേക്കാം. ഉസ്താദിനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് അത് ആരെങ്കിലും വന്ന് കല്യാണവരെ നടത്തുമ്പോ ആള് നല്ല ഉഷാറ തമാം എന്ന് പറയണം. അതിനിപ്പം പള്ളിക്കകത്ത് തന്നെ വന്ന് കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുക. നിസ്കാരം കഴിഞ്ഞിട്ടും പോകുന്നില്ല, പള്ളിയുടെ വാതിക്കലൊക്കെ നിൽക്കുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും, സുഖനല്ലേ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പിന്നെ അവനെ കാണുമോ? അന്നത്തെ സുബൈക്ക് കാണുമോ? പിന്നല്ലേ ബാക്കി. നിക്കാഹിന്റെ ദിവസത്തെ നിസ്കാരം തന്നെ ഇല്ലല്ലോ മിക്കവർക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ ഈ പള്ളിയൊക്കെ ഇങ്ങനെ മനോഹരമായി പണിത് തീർത്തു. ഇനി ഈ പള്ളി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇല്ലെങ്കിൽ ഈ കഷ്ടപ്പെട്ടവർക്കൊന്നും ഒരു കൂലി കിട്ടൂല. നിങ്ങൾ ഈ പ്രയാസം സഹിച്ചതിനൊന്നും ഒരു പ്രതിഫലവും ഇല്ലാതായി പോകും. അതിൽ നിസ്കരിക്കുന്നില്ല എങ്കിൽ പുറമെ ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ട് എല്ലാ സെൽഫിയൊക്കെ എടുത്ത് റാഹത്തായിട്ട് 10 ഫോട്ടോ ഒക്കെ ഇടും. പള്ളിയിലില്ല, സുബൈക്ക് ഒറ്റൊരുത്തനില്ല, എന്നാ പിന്നെ യാതൊരു പ്രയോജനമില്ല, ഫായിദയില്ല. തങ്ങൾ പറഞ്ഞു, അവസാന കാലഘട്ടമാകും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും. പള്ളികൾ മനോഹരമാക്കും, പക്ഷേ നിസ്കരിക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വരും. സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞതാണ്. അതുകൊണ്ട് പള്ളികളൊക്കെ മനോഹരമാക്കി. ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ ജമാഅത്തിന്റെ പരിസരത്തുള്ളതാകുന്ന മുഴുവൻ വിശ്വാസികളും മുഅ്മിനീങ്ങളും ഇവിടെ തന്നെ വന്ന് നിസ്കരിക്കണം. ലാ സ്വലാത്ത ലിമൻ ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി ശഫീഉനാ റസൂലുള്ളാഹി.
ലാ സ്വലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദ്. പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്നവന് പള്ളിയിലല്ലാതെ നിസ്കാരമില്ല. ഹബീബ് റസൂലുള്ളാഹി. അങ്ങനെയാണ്. ഇത് പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്നവർ ശരിക്കും ശ്രദ്ധിച്ചോ. ബാങ്ക് വിളിയൊക്കെ കറക്റ്റായിട്ട് ചെവിയിൽ എത്തുന്നുണ്ടെങ്കിൽ എവിടെ വരണം? പള്ളിയിൽ കറക്റ്റ് വന്നിരിക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, ഞങ്ങൾക്കിതാ പള്ളിയുടെ അടുത്ത് മനോഹരമായ വീട് വാങ്ങാൻ കൊതിയുണ്ട് റസൂലേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? ദൂരെയാണ്. വളരെ വിദൂരത്താണ് പള്ളി. മദീന പള്ളിയിൽ നിന്ന് വളരെ വിദൂരത്താണ്. ഞങ്ങൾക്ക് പള്ളിയുടെ അടുത്ത് സ്ഥലം കിട്ടാനുണ്ട്, ഞങ്ങൾ അത് വാങ്ങട്ടെ. മദീന പള്ളിയുടെ അടുക്കലാണ് ഈ ചോദിക്കുന്നത്. അന്ന് ചോദിക്കാൻ നബിയുടെ കാലത്ത് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എടുക്കണ്ട. കാരണം നിങ്ങൾ ബാങ്ക് വിളി കേട്ടില്ലെങ്കിൽ പോലും പള്ളിയിൽ കറക്റ്റ് വരുന്ന വ്യക്തിയാണ്. അവിടെ നിങ്ങോട്ട് നടക്കുന്ന ഓരോ ചവിട്ടടിക്കും നിങ്ങൾക്ക് ഒരൊറ്റ ചവിട്ടടി വെക്കുമ്പോൾ പാപം പുറത്തു തരും. അടുത്ത ചവിട്ടടിക്ക് സ്വർഗത്തിലേക്കുള്ള പദവി ഉയർത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്. നമ്മൾ വാഹനത്തിലാണെങ്കിലും 2 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണെങ്കിലും പള്ളിയിലേക്കുള്ള യാത്ര വാഹനത്തിലാണ് വരുന്നത്. സ്കൂട്ടറിലാണ്, ബൈക്കിലാണ്, കാറിലാണ്. പക്ഷെ ചവിട്ടടിയുടെ കണക്കാണ് നമ്മളെ കണക്കാക്കുക. അങ്ങനെയാണ് മസല. ഈ കാറിൽ വന്നോ കുഴപ്പമൊന്നുമില്ല, നിന്റെ സൗകര്യപ്രകാരം. പക്ഷേ ചവിട്ടടിയുടെ എണ്ണമാണ് കണക്കാക്കുക. അവിടെ നിങ്ങോട്ട് എത്ര കാൽപാദത്തിന്റെ വെപ്പുണ്ടെന്ന് നോക്കും മലക്കുകൾ. അതിങ്ങനെ കണക്കെടുക്കും. ഒരു ചവിട്ടടി വെക്കുമ്പോ സ്വർഗത്തിലേക്കുള്ള പദവി ഉയരും. അടുത്ത ചവിട്ടടി വെക്കുമ്പോ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. സയ്യിദുനാ റസൂലുള്ളാഹി. ആണ് പള്ളി വന്നുള്ള ഗുണം. അതുകൊണ്ട് മക്കളെയൊക്കെ റമദാൻ വരാൻ സഹോദരിമാരോടാണ് ഈ പറയുന്നത്, പള്ളിയിലേക്ക് പുരുഷന്മാരെയൊക്കെ പറഞ്ഞു വിടണം. ഇത് നോമ്പ് തുറക്കാൻ മാത്രം പറഞ്ഞു വിടും. എന്നിട്ട് ഉമ്മാക്ക് 2 സമൂസായും കൂടി എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ റാഹത്തായിരുന്നു. ഉമ്മക്ക് കൂടെ നോമ്പ് തുറക്കായിരുന്നു. മോന്റെ ചെവി പറഞ്ഞു, മോൻ അവിടെ പോയിട്ട് 2 സമൂസ ഉമ്മാക്കുള്ള അടിച്ചോണ്ട് വരിക. അങ്ങനെയൊന്നും വേണ്ട. എന്ത് മതി? പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടവനെ നിസ്കരിപ്പിക്കുക. അതാണ് മെയിൻ. വൈകിട്ടത്തെ നോമ്പ് തുറ മാത്രമല്ല, ബാക്കിയുണ്ട് നിസ്കാരം. സുബഹിയുണ്ട്, ളുഹറുണ്ട്, അസറുണ്ട്, ഇശാ ഉണ്ട്, തറാവീഹ് നിസ്കാരം ഉണ്ട്. ഇതിലൊക്കെ മക്കളെ ഭാഗവാക്കാക്കണം.